Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി വൺ ഓഫ് മൈ ഫേവറേറ്റ് മെഴുക്ക് വരട്ടിയാണ്, അല്ലെങ്കിൽ ഉപ്പേരിയാണ്. കൂർക്ക മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ മെഴുക്ക് വരട്ടി എന്നുള്ളൊരു വാക്ക് സാധാരണ യൂസ് ചെയ്യാറില്ല. ഞാനെപ്പോഴും എനിക്കെല്ലാം ഉപ്പേരിയാണ് കേട്ടോ. സോ കൂർക്ക ഉപ്പേരിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെയാണ് എൻ്റെ സ്റ്റൈലിൽ നല്ല സൂപ്പർ ടേസ്റ്റി കൂർക്ക ഉപ്പേരിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാൻ ക്ലീൻഡ് ആയിട്ടുള്ള കൂർക്ക വാങ്ങിയതാണ് കേട്ടോ. ഒരു കൊച്ചിയിൽ ചൂസ് മൈ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അവിടുത്തെ വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്ത് ഓസോൺ വാഷ് വെജിറ്റബിൾസ് ആണ്. അപ്പം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാവും കൂർക്ക ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയിൽ വന്ന ശേഷമാണ് ഞാനിപ്പോൾ ക്ലീൻഡ് ആയിട്ടുള്ള കൂർക്ക വാങ്ങാൻ തുടങ്ങിയത്. പക്ഷേ ഇതിന് മുൻപെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൂർക്ക തൊലിയുള്ള കൂർക്ക തന്നെ വാങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ആണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂർക്ക വാങ്ങിയിട്ട് നമ്മൾ കുക്കറിൽ ഒരു ഒറ്റ വിസിലിന് ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ട് വരാം. അതിനുശേഷം ഞാൻ തൊലി കളഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തൊലി നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലി കളയുന്ന മാതിരി തന്നെ വളരെ ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അതിനുശേഷമാണ് പിന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകി പിന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ തൊലി കളഞ്ഞത് കിട്ടുന്നുണ്ട്. എളുപ്പപ്പണിക്കാണ് ഞാൻ പോകുന്നത്. കാരണം ഹരിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു കൂർക്ക ഉപ്പേരി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം കളയാനില്ലാത്തത് കൊണ്ടും പെട്ടെന്നാവാൻ വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 1നെ 2 ആക്കിയിട്ട് ആണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് വലുതാണെങ്കിൽ 2-3 ആക്കി കട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെറുതല്ലേ, വളരെ ചെറിയ കൂർക്കയാണ്. അപ്പോൾ 1നെ 2 ആക്കിയിട്ട് കട്ട് ചെയ്യും. വളരെ ചെറുതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ കൂർക്കയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് മതി കേട്ടോ. ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ക്രിസ്പി ആയിട്ട് പോകും. എനിക്ക് കുറച്ച് ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ടും പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടുമാണ്, അങ്ങനെ ഒരു ഭാഗമാണ് എനിക്കിഷ്ടം കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ്. ഒരു 10-20 മിനിറ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടാവും. കഷ്ണമൊക്കെ കുത്തി നോക്കാം കേട്ടോ. കണ്ടോ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഇട്ട് കൊടുക്കുകയാണ്. അധികമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ കൂർക്കയുടെ ടേസ്റ്റ് വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ചില സമയത്ത് ആഡ് ചെയ്യാറുമില്ല കേട്ടോ. ആഡ് ചെയ്യാതെയും ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിൽ കുറച്ച് വെള്ളം താടിയിൽ ബാക്കിയിരിക്കുന്നുണ്ട്. അതൊന്ന് വറ്റി വരണം.
അപ്പോൾ ആ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാള വെന്ത് വന്നോളും. ഇനി അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ഇതിൽ കുറച്ച് നിറയെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ വെളുത്തുള്ളി നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. എനിക്കത് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂർക്കടൊപ്പം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെളുത്തുള്ളി ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒരു ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഒഴിവാക്കിയിട്ടും ചെയ്യാം. ചില സമയത്ത് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഈ വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് മുളക് പൊടി നിർത്താം. ഇത്ര മതി കേട്ടോ. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നല്ല മുരിഞ്ഞ് വരണം. മുരിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ട് വച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ക്രിസ്പായിട്ട് വരാൻ ഒരു 10 മിനിറ്റ് എടുക്കും. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എണ്ണ എങ്ങാനും പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എക്സ്ട്രാ വെളിച്ചെണ്ണ. ഒരു ഒരു എന്താ പറയുക, ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റായി. നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ചിലതെല്ലാം കുറച്ച് സോഫ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു പരുവമാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിനി ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്തിട്ട് ചോറിനൊപ്പം നമുക്കിത് കഴിക്കാം. ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂട് ചോറും കൂർക്കുപ്പേരിയും ഒക്കെ ഞാൻ എന്താ വിളമ്പിയിട്ടുണ്ട് പ്ലേറ്റിൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടോ? വേഗം തന്നെ കൂർക്ക പോയി വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്കയാണ്, കൂർക്കുപ്പേരിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.